നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉലുവ കഞ്ഞിയാണ്. കർക്കിടക മാസത്തിൽ മാത്രമല്ല സാധാരണയാവുമ്പോൾ നമുക്കിത് കഴിക്കാൻ പറ്റുന്നതാണ്. ആദ്യമേ ഉലുവയും നമ്മൾ ഏതരിയാണ് എടുക്കുന്നത് വെച്ചാൽ അത് ഞാനിവിടെ എടുത്തേക്കുന്ന മട്ട അരിയാണ്. അത് ഒരു 6-7 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. കുതിർത്ത് വെച്ചതിന് ശേഷം ഇതിനെ വേവിക്കുക. എന്നതിന് ശേഷം ശർക്കര പാനിയാക്കിയിട്ട് ഇതിൽ ചേർക്കണം. ഇത് ഉലുവേൻ്റെ കയ്പിനെ ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. എന്നതിന് ശേഷം ഒരു തേങ്ങ എടുത്ത് അതിൻ്റെ 1-ാം പാലും 2-ാം പാലും എടുക്കണം. ആദ്യമേ നമ്മൾ 2-ാം പാൽ ഒഴിച്ചിട്ടാണ് തിളപ്പിക്കുന്നത്. എന്നതിന് ശേഷം 1-ാം പാൽ ഒഴിക്കണം. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം കൂടുതൽ തിളപ്പിക്കണ്ട. ഇനി ഏലക്ക പൊടിച്ച് ചേർക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ജീരകം ചേർക്കണമെങ്കിലും ചേർക്കാം, ചുക്ക് പൊടി വേണമെങ്കിലും ചേർക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ഒരു 6-7 ചെറിയ ഉള്ളി മുറിച്ചിട്ട് അത് താളിക്കണം. നല്ലതുപോലെ വഴറ്റി ഗോൾഡൻ ബ്രൗൺ ആക്കി അതിൽ താളിക്കുക. ഇത് എല്ലാവിധ സന്ധിവേദനകൾക്കും നടുവേദനകൾക്കും എല്ലാം നല്ലതാണ്. ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ, മറക്കരുതേ.